നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച ആഗോള അയ്യപ്പ സംഗമത്തിലെത്തിയ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ ഇന്ന് രാവിലെ പ്രത്യേക അന്വേഷണ സംഘം കരകുളത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് PS പ്രശാന്തിന്റെ അറസ്റ്റ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ PS പ്രശാന്ത് അടക്കം 7 പേർക്ക് പങ്കുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. 2019 സ്വർണ്ണ കവർച്ചയും ക്രമക്കേടും മറച്ചുവെക്കാനാണ് 2025 പാളികൾ ചെന്നൈയിലെത്തിച്ചത്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാർ, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠർ രാജീവര്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണം കമ്മീഷണറായിരുന്ന രജിലാൽ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരാണ് കേസിൽ പ്രതികളാക്കപ്പെട്ടവർ. ബോർഡ് അംഗമായിരുന്ന സുന്ദരേശൻ, ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, തിരുവാഭരണം കമ്മീഷണർ സുനിൽ, എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, കർണാടക ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ പങ്കും ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നു. PS പ്രശാന്ത് കേസിൽ ഇടപെടലുകൾ നടത്തിയതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വിശദമാക്കിയിട്ടുണ്ട് പ്രശാന്തിനെതിരെയുള്ള കുറ്റപത്രം. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രശാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതു നിമിഷവും അറസ്റ്റ് ഭയന്ന് കഴിയുകയായിരുന്നു തുടർന്ന് PS പ്രശാന്ത്. ഒടുവിൽ ഇന്ന് രാവിലെ ഭയന്ന് നിലവിളിച്ച് ഫേസ്ബുക്കിൽ വിശദമായ ഒരു കുറിപ്പ് PS പ്രശാന്ത് പങ്കുവച്ചു. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറിനെ കായംകുളത്തെ വസതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് റിപ്പോർട്ടുകൾ. തിരുവാഭരണം കമ്മീഷണറായിരുന്ന റെജിലാലിനെയും അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകൾ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രീതി പിടിച്ചുപറ്റാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയത്തിന് PS പ്രശാന്ത് ഇറങ്ങിത്തിരിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം PS പ്രശാന്ത് നടത്തിയിരുന്നു. PS പ്രശാന്ത് നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളും അധികാര ദുർവിനിയോഗവും ഇപ്പോൾ പുറത്തു വരുന്നു. ശബരിമലയിലെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒടുവിൽ PS പ്രശാന്ത് കൂടി പ്രതി ചേർക്കപ്പെടുന്നതോടെ ഏറെ കൗതുകകരമായി മാറുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണ വഴികൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരിക്കവേ ശബരിമലയെ പിടിച്ചുലച്ച വൻ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജഡ്ജി ജയകൃഷ്ണനെ പോലും ഇരുട്ടിൽ നിർത്തിയായിരുന്നു ശ്രീകോവിലിലെയും നടപ്പന്തലിലെയും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കുന്ന പേരിൽ ചെന്നൈയിലേക്ക് PS പ്രശാന്ത് കൊടുത്തുവിട്ടത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ PS പ്രശാന്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ സർവ്വശക്തിയുമെടുത്ത് അവർ കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ ഭരണമാറ്റത്തോടെ ചിത്രം പൂർണ്ണമായി മാറി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കേസ് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നു. ഹൈക്കോടതിയുടെ ശക്തമായ മേൽനോട്ടമാണ് ഈ കേസിന്റെ പ്രത്യേകത. സ്വകാര്യ വ്യക്തികൾക്ക് അവിഹിതമായി സ്വർണം കൈമാറിയതിൽ പ്രശാന്തിന് നേരിട്ട് പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പ്രശാന്ത് പറയുന്നു. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ നടക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കേസിൽ ഇനി PS പ്രശാന്തിന് രക്ഷപ്പെടുക എളുപ്പമല്ല. പത്മകുമാർ, വാസു എന്നിവർക്ക് ശേഷം സ്വർണ്ണക്കൊള്ളക്കേസിൽ കുടുങ്ങുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മൂന്നാമത്തെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തായി മാറുന്നു. LDF ഭരണകാലത്ത് ദേവസ്വം ബോർഡിന്റെ അമരത്തിരുന്ന പ്രസിഡന്റുമാരൊക്കെ അഴിക്കുള്ളിലാകുന്ന കാഴ്ച. ഇടക്കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അനന്തഗോപൻ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചങ്കു പറിച്ചുകൊടുത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സ്നേഹിച്ച കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവ്. ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ ഏറ്റവും വിശ്വസ്ത ഗണത്തിൽപ്പെട്ട നേതാവായിരുന്നു PS പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ചാണ് രായ്ക്ക് അന്ന് പിണറായി ക്യാമ്പിലെത്തിയത്. വഞ്ചനയുടെയും രാഷ്ട്രീയ ചതിവുകളുടെയും കറുത്തിയേടുകളാണ് PS പ്രശാന്തിന് മേൽ തെളിഞ്ഞു വരുന്നതും. PS പ്രശാന്ത് എന്ന നേതാവിനെ നേതാവാക്കി വളർത്തിയതിന് പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കണ്ണീരിൽ ചവിട്ടിയാണ് പ്രശാന്ത് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഒടുവിലിത ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉമ്മൻചാണ്ടിയുടെ കണ്ണീർ വീഴ്ത്തിയ PS പ്രശാന്ത് അഴിക്കുള്ളിലാകുമ്പോൾ
ഏറെ കൗതുകകരമായ ഒരു കാഴ്ചയായി ഇത് മാറുന്നു. ഒരിക്കൽ ഗുരുതരമായ രോഗം ബാധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടി കിടക്കുന്ന PS പ്രശാന്ത് അന്ന് സർജറി ടൈമിൽ ഉമ്മൻചാണ്ടി അവിടെ എത്തി. ആശുപത്രി വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് കുടുംബാംഗങ്ങളെ അദ്ദേഹം മണിക്കൂറുകളോളം ആശ്വസിപ്പിച്ചു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു PS പ്രശാന്ത്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് നെടുമങ്ങാട് സീറ്റ് കിട്ടേണ്ടിയിരുന്ന പാലോട് രവിയെ വെട്ടി ഉമ്മൻചാണ്ടി PS പ്രശാന്തിന് നെടുമങ്ങാട് സീറ്റ് നൽകുന്നു. മുൻ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്കാണ് അന്ന് പാലോട് രവി തോറ്റതെങ്കിൽ വലിയ തോൽവിയാണ് PS പ്രശാന്തിന് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നിട്ടും തൻ്റെ വിശ്വസ്തനെ ഉമ്മൻചാണ്ടി കൈവിട്ടില്ല. പ്രശാന്തിൻ്റെ മത്സര പരാജയത്തിന് പിന്നാലെ കുടുംബം വഴിയാധാരമാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. അടുത്ത ബന്ധുവിന് സുരക്ഷിതമായ ഒരു ജോലി നൽകി. തനിക്ക് രാഷ്ട്രീയ ഭാവി നൽകിയ ഉമ്മൻചാണ്ടിയെ പിന്നീട് PS പ്രശാന്ത് മറന്നു. മറുകണ്ഠം ചാടാനുള്ള നീക്കങ്ങൾ പ്രശാന്ത് ആരംഭിച്ചു. പ്രശാന്ത് പാർട്ടി വിടാനൊരുങ്ങുന്നു എന്ന വാർത്തയറിഞ്ഞ ഉമ്മൻചാണ്ടി പ്രശാന്തിൻ്റെ ഫോണിലേക്ക് തുടരെ വിളിക്കുന്നു. എന്നാൽ ഫോൺ എടുക്കാൻ പ്രശാന്ത് തയ്യാറായില്ല. തുടർന്ന് പേഴ്സണൽ ഗൺമാൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴും പ്രശാന്ത് ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ അവിടെയുണ്ടായിരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ പ്രശാന്ത് ചാടിയെടുത്തു. ഇതോടെ തന്നെ പ്രശാന്ത് ഒഴിവാക്കുകയാണ് എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞു. തന്നെ ഏറ്റവും അധികം വാത്സല്യത്തോടെ സ്നേഹിച്ച PS പ്രശാന്ത് ചതിച്ച് കടന്നുപോയത് ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ വല്ലാതെ വിഷമിപ്പിച്ചു. അന്ന് PS പ്രശാന്തുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം നെടുവീർപ്പോടെ കണ്ണു നിറഞ്ഞ് കണ്ണീര് തുടച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ അവിടെ കണ്ടുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. CPMലെത്തിയ PS പ്രശാന്തിന് വൈകാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. അതുതന്നെയായിരുന്നു പ്രശാന്തിന്റെ കണക്കുകൂട്ടൽ. ആർത്തി പിടിച്ച ആ നേതാവ് പിന്നീട് ചെന്നു വീണത് പടുകുഴിയിൽ. അധികാരവും പണവും പുളയ്ക്കുന്ന ആ പ്രസിഡന്റ് കസേരയിലിരുന്ന PS പ്രശാന്ത് ആവോളം അധികാരം നുകർന്നു, ഒപ്പം പണവും. അതിൻ്റെ അഹങ്കാരമാണ് മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് കടന്നു ചെല്ലാൻ PS പ്രശാന്തിനെ കാരണമാക്കിയതും. എങ്ങനെയും പിണറായി വിജയന്റെ വിശ്വസ്തനായി മാറുകയായിരുന്നു പ്രശാന്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ആഗോള അയ്യപ്പ സംഗമം ഒരുക്കുന്നു. തൻ്റെ അറസ്റ്റിന് തൊട്ടു മുൻപ് PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: ഭക്തജനങ്ങളെ, 2025 ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? 2019 ശബരിമല സ്വർണ്ണമോഷണ കേസ് പുറത്തുവരാൻ നിമിത്തമായി മാറുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ ബോർഡിനെയും ഇപ്പോൾ പ്രതിപ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഈ നീക്കത്തിന് പിന്നിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും മാനിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ കേസിനോട് പൂർണ്ണമായും സഹകരിക്കും. എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങളെ തുറന്നു കാട്ടും. 2025 ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതിൽ ദേവസ്വത്തിന് എന്തെങ്കിലും നഷ്ടമോ കുറവോ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. എന്നാൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ കൊണ്ടുപോയത് 2019 ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വിചിത്രവാദമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ ബോർഡ് വരുന്നതിന് 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും വാതിലിൻ്റെയും കട്ടിളപ്പാടിയുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും ന്യൂനതകൾ പരിഹരിക്കാനുള്ള ഫയൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ ഫയൽ നീക്കം ഞങ്ങളുടെ ബോർഡ് അറിഞ്ഞിരുന്നില്ല. ബോർഡ് അധികാരത്തിൽ വന്ന ശേഷം സന്നിധാനത്തെ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് ദ്വാരപാലക ശില്പങ്ങൾ കാരണം ഉണ്ടാകുന്ന അശുദ്ധി മാറ്റുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. സത്യസന്ധമായും ഭക്തിയോടെയും ഭഗവാന് വേണ്ടി ചെയ്ത കാര്യത്തിൽ പശ്ചാത്താപമില്ല. എന്നാലും സത്യം ജയിക്കും. പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ അറിവിലേക്ക് കേസിൻ്റെ നാൾവഴികളും ഞങ്ങൾ ചെയ്ത നടപടിക്രമങ്ങളുടെ സുതാര്യതയും സമർപ്പിക്കുന്നു. 2023 നവംബറിൽ ചുമതലയേറ്റ് സന്നിധാനത്തെത്തുമ്പോൾ ജീവനക്കാരുടെ നിരന്തരമായ പരാതിയായിരുന്നു നെയ്യഭിഷേകം കഴിഞ്ഞ് ശ്രീകോവിലിന് മുൻവശം കഴുകുമ്പോഴും തുടയ്ക്കുമ്പോഴും ദ്വാരപാലക ശില്പങ്ങളുടെ പാദങ്ങളിലുണ്ടായ പൊട്ടലുകൾ കാരണം തകിടുകൾ തട്ടി കൈമുറിഞ്ഞ് രക്തം വീഴുന്നു. അത് നിരന്തരം അശുദ്ധിക്ക് കാരണമാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 മാർച്ചിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർക്ക് നിയമപരമായ നടപടികൾ ആരംഭിക്കാൻ ബോർഡ് നിർദ്ദേശം നൽകി. 6 മാസങ്ങൾക്ക് ശേഷം 2024 സെപ്റ്റംബർ മാസത്തിൽ ബോർഡിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയലെത്തി. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങളിലെ പൊട്ടൽ മാറ്റുവാൻ സ്പോൺസറുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിടണം എന്നതായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്. സ്പോൺസറുടെ കൈകളിൽ കൊടുത്തുവിടാൻ കഴിയില്ല. പകരം ദേവസ്വം ഉദ്യോഗസ്ഥർ വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി നവീകരിച്ച് തിരികെ എത്തിച്ച് പുനഃസ്ഥാപിക്കണമെന്നതായിരുന്നു ബോർഡിൻ്റെ കൃത്യമായ ഉത്തരവ്. അന്നുവരെ ദ്വാരപാലക ശില്പങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളെ സംബന്ധിച്ച വിജിലൻസ് സംഘത്തിൻ്റെയോ ദേവസ്വം ഉദ്യോഗസ്ഥർ ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ ബോർഡിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല.
ഒരു വർഷത്തിന് ശേഷം 25 സെപ്റ്റംബർ 7 തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും മറ്റു ഉദ്യോഗസ്ഥരും സന്നിധാനത്തെത്തുന്നു. ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുക്കുന്നു. ആകെ തൂക്കമതിൽ, സ്വർണത്തിൻ്റെ അളവ് എന്നിവ മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു. തുടക്കം മുതൽ വീഡിയോ ചിത്രീകരണം നടത്തുന്നു. 12ഓളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷിത വാഹനത്തിൽ ചെന്നൈയിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദർശിക്കുവാനോ സ്പർശിക്കുവാനോ അവസരം പോലും കൊടുത്തിട്ടില്ല. ഈ നടപടിയുടെ ഭാഗമായി സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട കോടതി ശില്പങ്ങളുടെ പണി നിർത്തിവെക്കാൻ ഉത്തരവിടുന്നു. ബോർഡ് സെക്രട്ടറി മാപ്പ് പറയുന്നതോടെ വീണ്ടും ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകി. ശില്പങ്ങൾ പണി പൂർത്തീകരിച്ച് സന്നിധാനത്തെത്തിക്കുന്നു. 2025 ദ്വാരപാലക ശില്പങ്ങളുടെ വിഷയങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ദ്വാരപാലക ശില്പങ്ങൾ ശബരിമല തന്ത്രി, സ്പെഷ്യൽ കമ്മീഷണർ, SP വിജിലൻസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പുനഃസ്ഥാപിക്കുമ്പോൾ ആകത്തൂക്കവും സ്വർണത്തിൻ്റെ അളവും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ദേവസ്വത്തിന് 1 രൂപയുടെ നഷ്ടം പോലും ഉണ്ടായില്ല. ഇതിനെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തിരുവാഭരണം കമ്മീഷണർ ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ സെപ്റ്റംബർ 20 നടത്തുന്ന അയ്യപ്പ സംഗമത്തിനെ പൊളിക്കുവാൻ താങ്ങുപീഠങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സെപ്റ്റംബർ 17 പ്രമുഖ മാധ്യമത്തിൽ കൂടി വ്യാജ ആരോപണം ഉന്നയിക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചില്ല എന്നതായിരിക്കാം കാരണം. അതിലൊരു ഗൂഢാലോചനയും സംശയിക്കും. തുടർന്നുള്ള അന്വേഷണത്തിൽ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് താങ്ങുപീഠങ്ങൾ കണ്ടെടുക്കുന്നു. അവിടെ മുതലാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയ മോഷണം പുറത്തു വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വ്യാജ ആരോപണം ഒടുവിൽ പോറ്റിക്ക് തന്നെ വിനയായി മാറി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കുടുങ്ങേണ്ടവർ കുടുക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.